ഈ ഓണത്തിന് നാട്ടിൽ വരാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയായിരുന്നു പന്തളം സ്വദേശി ആകാശ്. പക്ഷേ കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ പടർന്ന തീ ആ ജീവനും എടുത്തു. മകന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കവെയാണ് ദുരന്ത വാർത്ത ആ കുടുംബത്തെ തേടിയെത്തിയത്. വീടിന്റെ താങ്ങും തണലുമായിരുന്നു 32-കാരനായ ആകാശ്. അച്ഛന്റെ മരണശേഷം ചെറുപ്പം മുതലേ അമ്മയുടെ പരിചരണത്തിൽ വളർന്ന ആകാശ് സ്വന്തം കാലിൽ നിന്നതോടെയാണ് കുടുംബത്തിന് ആശ്വാസമായത്. 8 വർഷമായി വിദേശത്ത് ജോലി നോക്കുന്ന ആകാശ് അഗ്നിബാധയുണ്ടായ കമ്പനിയുടെ സ്റ്റോർ ഇൻചാർജ് ആയിരുന്നു. 1.5 വർഷം മുമ്പ് നാട്ടിലെത്തി മടങ്ങി. 3 മാസത്തെ ശമ്പള കുടിശ്ശിക കിട്ടാനുണ്ടെന്ന ദുരന്തത്തിന്റെ തലേന്നും വീട്ടുകാരോട് പറഞ്ഞിരുന്നു. അതും വാങ്ങി ഓണത്തിന് വരാമെന്നേറ്റതാണ്. ഓണത്തോടുകൂടി വരുമെന്ന് പറഞ്ഞു. അമ്മ മാത്രമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവൻ വെളിയിലും അല്ലായിരുന്നു. ഇനിയിപ്പോൾ അവരെ ഒറ്റപ്പെട്ടു പോയി, അവർ കാര്യമില്ലാതായി. അടുത്ത ലീവിന് വരുമ്പോൾ വിവാഹമെന്ന ആഗ്രഹവും ആകാശ് സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു. ആകാശിന് ഇല്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ നാടിനും വീടിനുമായിട്ടില്ല. അജീഷ് ജയകുമാർ, 24 പത്തനംതിട്ട.